بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين. ما بعد. قال سعدي رحمه الله: الحديث الرابع عن أبي هريرة رضي الله عنه قال: أتى أعرابي النبي صلى الله عليه وسلم فقال: دلني على عمل إذا عملته دخلت الجنة. قال: تعبد الله ولا تشرك به شيئا، وتقيم الصلاة المكتوبة، وتؤدي الزكاة المفروضة، وتصوم رمضان. قال: والذي نفسي بيده لا أزيد على هذا شيئا ولا أنقص منه. أنقصنا ولا أنقص منه. فلما ولى قال النبي صلى الله عليه وسلم: من سره أن ينظر إلى رجل من أهل الجنة فلينظر إلى هذا. متفق عليه. അബൂ ഹുറൈറ റളിയല്ലാഹു പേരെന്താണ്? അബ്ദുറഹ്മാൻ ഇബ്നു സഖർ. അതാണ് ഏറ്റവും അർജഹായിട്ടുള്ള ഖൗൽ. വേറെയും അഭിപ്രായങ്ങളുണ്ട്, അദ്ദേഹത്തിന്റെ പേരായിക്കൊണ്ട് വേറെയും പേരുകൾ പറയപ്പെടുന്നുണ്ട്. പക്ഷെ അതിലേറ്റവും റാജിഹായിട്ടുള്ള ഖൗൽ, അഭിപ്രായം അബ്ദുറഹ്മാൻ ഇബ്നു സഖർ എന്നതാണ്. عن أبي هريرة الدوسي اليماني قال: أتى أعرابي النبي صلى الله عليه وسلم. ഒരു അറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു: قال: دلني على عمل إذا عملته دخلت الجنة. ഞാൻ പ്രവർത്തിച്ചാൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു അമൽ താങ്കൾ എനിക്ക് അറിയിച്ചു തരണം, അതിലേക്ക് എനിക്ക് നിർദ്ദേശം നൽകണം എന്ന് ആ അറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടു. അതായത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് എനിക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന അമൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: തഅബുദുല്ലാഹ വലാ തുശ്രികു ബിഹി ശൈഅ. നീ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുകയും അവനോട് ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യുക. വതുഖീമുസ് സ്വലാഹ അൽ മക്തൂബ. അതായത് വാജിബായ ഫർദായ നമസ്കാരങ്ങൾ നീ നിർവഹിക്കുക, നിറവേറ്റുക. വതുഅദ്ദി സക്കാ അൽ മഫ്റൂദ. ഫർദാക്കപ്പെട്ട സക്കാത്ത് അത് നീ നിർവഹിക്കുക, നിറവേറ്റുക. വതസൂമു റമദാൻ. റമദാനിൽ നോമ്പെടുക്കുക. അറാബി പറയുകയാണ്: വല്ലദീ നഫ്സി ബിയദി. എന്റെ നഫ്സ് ആരുടെ കൈകളിലാണോ അവൻ തന്നെയാണ് സത്യം, അല്ലാഹു തആലയാണ് സത്യം. ലാ അസീദു അലാ ഹാദാ ശൈആ. ഇതിനേക്കാളും കൂടുതലായിക്കൊണ്ട് ഞാനൊന്നും കൂട്ടുകയില്ല. വല അൻഖുസു മിൻഹു. അതിൽ നിന്ന് ഞാനൊന്നും കുറക്കുകയുമില്ല. ഫലമ്മ വല്ല. അങ്ങനെ അറാബി മടങ്ങിപ്പോയപ്പോ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: മൻ സറഹു അൻ യൻദുറ ഇലാ റജുലിൻ മിൻ അഹ്ലിൽ ജന്ന. സ്വർഗവാസികളിൽപ്പെട്ട ഒരു മനുഷ്യനെ നോക്കുക, ആ മനുഷ്യനിലേക്ക് നോക്കാൻ, അവനെ കാണാൻ ആരാണ് ആഗ്രഹിക്കുന്നത്, കൊതിക്കുന്നത് എങ്കിൽ ഫൽയൻദുർ ഇലാ ഹാദാ. ആ മനുഷ്യനിലേക്ക് അവൻ നോക്കട്ടെ. മുത്തഫഖുൻ അലൈഹി. ഫീ ഹാദൽ ഹദീസ് ബയാനു ഹിർസി ഹാദ സഹാബി അലാ മാ യൻഫഉ. ഇവിടെ ഈ വന്ന സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹത്തിന് ഉപകാരപ്രദമായ കാര്യത്തിൽ ഹിർസുള്ള വ്യക്തിയാണ്. അതാ സഹാബിയുടെ ഹിർസിനെ കാണിക്കുന്നതാണ്. സ്വർഗപ്രവേശനം എന്നുള്ളത് അദ്ദേഹത്തിന്റെ ലക്ഷ്യമാണ്. അപ്പൊ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ അയാൾക്ക് ഉപകാരപ്പെടുന്ന കാര്യം എന്താണ് എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ചോദിച്ചത്. ഫസഅല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ അമലിൻ ഇദാ അമലഹു. ദഖല ബിഹിൽ ജന്ന. وهذه غاية المؤمن أن يفوز بالجنة وينجو من عذاب الله. ഇതാണ് ഒരു മുഅ്മിനിന്റെ ലക്ഷ്യം. സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുക, സ്വർഗം കരസ്ഥമാക്കുക,
അള്ളാഹുവിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുക. ഇതാണ് ഒരു മുഅ്മിനിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. കമാ ഖാല റബ്ബുന ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ഫമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. ആരാണ് നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത്, അവനാണ് തീർച്ചയായും വിജയം നേടുന്നത്. ഫഖദ് ഫാസ്. ഇതായിരിക്കണം ഒരു മുഅ്മിനിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമായിരിക്കേണ്ടത്. ഖാല വഫീ ഹാദൽ ഹദീസ് അന്ന അവ്വല ഷൈഇൻ യജിബു അലൽ മുസ്ലിം അൻ യഅ്തനിയ ബിഹി ഹുവ തൗഹീദുല്ലാഹ് വ ഇഫ്റാദുല്ലാഹി ജല്ല വഅല ബിൽ ഇബാദ. ഈ ഹദീസ് നമുക്ക് കാണാം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദ്യം അവൻ ശ്രദ്ധ പതിപ്പിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ തൗഹീദിലേക്കാണ്. ഇബാദത്തിൽ അള്ളാഹുവിനെ ഏകനാക്കുക എന്നതിലേക്കാണ് ഏറ്റവും ആദ്യം ഒരു മുസ്ലിം ശ്രദ്ധ കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലമ്മ അർസല മുആദൻ ഇലൽ യമൻ, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് ദഅവത്തിന് വേണ്ടി പറഞ്ഞയച്ചപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞത്, ഇന്നക തഅതി ഖൗമൻ മിൻ അഹ്ലിൽ കിതാബ് ഫൽയകുൻ അവ്വല മാ തദ്ഉഹും ഇലാ അൻ യുവഹിദുല്ലാഹ തആല. അഹ്ലുൽ കിതാബ് ആയിട്ടുള്ള ഖൗമിലേക്കാണ് നീ പോകുന്നത്. അതുകൊണ്ട് ഏറ്റവും ആദ്യം അവരെ നീ ക്ഷണിക്കേണ്ടത് ഇലാ അൻ യുവഹിദുല്ലാഹ തആല, അല്ലാഹു തആലയെ ഏകനാക്കുന്നതിലേക്കാണ്. അതായത് ഇബാദത്തിൽ അല്ലാഹു തആലയെ ഏകനാക്കുക എന്നതിലേക്കാണ്, തൗഹീദിലേക്കാണ്. فأول واجب وآخر واجب وأعظم واجب وأعظم حق يجب على المسلم أن يعتني به هو هذا الحق إفراد الله جل وعلا بالعبادة. ഏറ്റവും ആദ്യത്തെ വാജിബും ഏറ്റവും അവസാനത്തെ വാജിബും ഏറ്റവും ഉന്നതമായ വാജിബും ഏറ്റവും ഹക്കായിട്ടുള്ള ഉന്നതമായ ഹക്കും അതെന്താണ്? ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം തൗഹീദിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കലാണ്, ഇബാദത്തിൽ അല്ലാഹു തആലയെ ഏകനാക്കലാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ, പ്രവർത്തിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന അമൽ അത് ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ആദ്യം പറഞ്ഞത് എന്താണ്? തഅബുദുല്ലാഹ വലാ തുശ്രികു ബിഹി ശൈഅ. തൗഹീദ്, അല്ലാഹു തആലയെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളത്. വഫീ ഹാദൽ ഹദീസ് കദാലിക് دليل على أن العبادة لا تكون عبادة نافعة مقبولة إلا بتوحيد الله جل وعلا وإفراده بالعبادة. ഒരു ഇബാദത്ത് അത് ഉപകാരപ്രദമായ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന ഇബാദത്തായി തീരുകയില്ല ആ അമല് ചെയ്യുന്നവൻ ആ ഇബാദത്തിൽ അല്ലാഹു തആലയെ ഏകനാക്കിയാലല്ലാതെ, തൗഹീദ് ഉണ്ടെങ്കിലല്ലാതെ. ഫൽമുശ്രികൂന അല്ലദീന ബുഇസ ഫീഹിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാനത് ലഹും ഇബാദാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് മുശ്രിക്കീങ്ങൾക്കിടയിലേക്കാണോ അയക്കപ്പെട്ടത് ആ മുശ്രിക്കീങ്ങൾ ഇബാദത്ത് ചെയ്യുന്നവരായിരുന്നു, അല്ലാഹു തആലയെ ഇബാദത്ത് ചെയ്യുന്നവരായിരുന്നു. വറബ്ബുനാ ജല്ല വഅല അസ്ബത ലഹും ബഅദൽ ഇബാദാത്ത്, ചില ഇബാദത്തുകൾ അവർ പ്രവർത്തിച്ചിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. വമാ കാന സ്വലാത്തുഹും ഇൻദൽ ബൈതി ഇല്ലാ മുകാഅൻ വതസ്ദിയ. വമാ കാന സ്വലാത്തുഹും, അയ മുശ്രിക്കീങ്ങളുടെ നമസ്കാരം, മുശ്രിക്കീങ്ങൾ നമസ്കരിച്ചിരുന്നു. ഫഅസ്ബത ലഹും സ്വലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നമസ്കരിച്ചിരുന്നു, നമസ്കാരം എന്ന് പറഞ്ഞ ഇബാദത്ത് അവർ പ്രവർത്തിച്ചിരുന്നു എന്നത് ഈ ആയത്തിലൂടെ സ്ഥിരപ്പെടുത്തി. വകാന ലഹും ഹജ്ജ് വകാന ലഹും ഉംറ വഹകദ കാനത് ലഹും നുദൂർ. അവർ ഹജ്ജ് ചെയ്തിരുന്നു, ഉംറ ചെയ്തിരുന്നു, നേർച്ചകൾ ചെയ്തിരുന്നു. അത്തരത്തിലുള്ള ഇബാദത്തുകളൊക്കെ അവർ പ്രവർത്തിച്ചിരുന്നു മുശ്രിക്കീങ്ങൾ. ലാകിൻ തിൽകൽ ഇബാദാത്ത് ലം തകുൻ മഖ്ബൂല നാഫിഅ ലിഅന്നഹാ കാനത് മഅ ശിർക്ക്. പക്ഷേ ആ ഇബാദത്തുകൾ ഒന്നും തന്നെ സ്വീകരിക്കപ്പെടുന്ന ഉപകാരപ്രദമായ ഇബാദത്തുകളായിരുന്നില്ല. കാരണം അതെല്ലാം അവർ പ്രവർത്തിച്ചിരുന്ന ശിർക്കിന്റെ കൂടെയാണ്. കാനൂ യുശ്രികൂന ഫി ഇബാദത്തില്ലാഹ്, അല്ലാഹുവിനോടുള്ള ഇബാദത്തിൽ അവർ ശിർക്ക് ചെയ്യുമായിരുന്നു. വലിഹാദ
لم ينتفعوا بتلك العبادات، لم ينتفعوا بما قدموا من تلك الأعمال مع وجود الشرك. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഇബാദത്തുകളൊന്നും തന്നെ അവർക്ക് ഉപകാരപ്പെട്ടില്ല. അത്തരത്തിൽ അവര് അല്ലാഹു തആലയ്ക്ക് വേണ്ടി ചെയ്തിരുന്ന ഇബാദത്തുകൾ അവരതിന്റെ കൂടെ ശിർക്ക് ചെയ്യുന്ന അവസ്ഥയിലായിരിക്കെ അവർക്ക് ഉപകാരപ്പെട്ടില്ല. കമാ ഖാല സുബ്ഹാനഹു വ തആല വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. വലഖദ് ഊഹിയ ഇലൈക, നിനക്ക് വഹീ നൽകപ്പെടുന്നു, തീർച്ചയായും നിനക്ക് മുമ്പുള്ളവർക്ക് വഹീ നൽകപ്പെട്ടത് എന്താണ്? ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക, നീ എങ്ങാനും ശിർക്ക് ചെയ്താൽ തീർച്ചയായും നിന്റെ അമലുകൾ പാഴായി പോകും. قال وفي هذا الحديث كذلك دليل على أن من أعظم الواجبات بعد توحيد الله جل وعلا إقام الصلاة. ഈ ഹദീസിൽ തെളിവുണ്ട്, അള്ളാഹുവിനോടുള്ള തൗഹീദ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഉന്നതമായ വാജിബായിട്ടുള്ള കാര്യമാണ് നമസ്കാരം നിലനിർത്തുക എന്നുള്ളത്. بعد توحيد الله جل وعلا أن من أعظم الواجبات إقام الصلاة. നമസ്കാരമാണ്. തൗഹീദ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ വാജിബ് നമസ്കാരമാണ്. فإقام الصلاة الركن الثاني بعد ركن التوحيد من أركان الإسلام. ഇസ്ലാമിന്റെ റുക്കനുകളിൽ തൗഹീദ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ റുക്കനാണ് നമസ്കാരം. وهي الصلة بين العبد وبين ربه. ഒരടിമയും അവന്റെ റബ്ബും അവർക്കിടയിലുള്ള ബന്ധമാണ് നമസ്കാരം. ولعظم شأن الصلاة فرضت على نبينا صلى الله عليه وسلم مباشرة في أفضل ليلة في ليلة الإسراء. ആ നമസ്കാരത്തിന്റെ അങ്ങേയറ്റത്തെ മഹത്വം, ആ മഹത്വം കാരണത്താൽ ആ അമൽ എന്തായിത്തീർന്നു? ഇബാദത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നേർക്ക് നേരെയാണ് ഇറക്കപ്പെട്ടത്. നേരെ മറിച്ച് അവിടെ ഒരു വഹി കൊണ്ടുവരാൻ ജിബ്രീലില്ല. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇസ്രായിന്റെ രാത്രിയിൽ അള്ളാഹുവിൽ നിന്ന് നേർക്കാണ്, നേരെയായിക്കൊണ്ട് ഇടയിൽ ജിബ്രീൽ ഇല്ലാതെ ആണ് പിന്നെ ഇബാദത്ത് ഫർളാക്കപ്പെട്ടത് മുബാശറത്തൻ. പദ ഇബാദത്തിന്റെ മഹത്വത്തെ സൂചിപ്പിക്കുന്നതാണ്. അത് മനുഷ്യരൊന്നും എത്തിച്ചേരാൻ സാധിക്കാത്ത ഏറ്റവും ഉന്നതമായ ഒരു സ്ഥലത്ത് വെച്ചാണ് അത് ഫർളാക്കപ്പെട്ടത്. هذا كله من أجل بيان عظيم قدر الصلاة عند الله. ഇതെല്ലാം അള്ളാഹുവിന്റെ അടുക്കൽ നമസ്കാരത്തിനുള്ള അതിന്റെ ഖദറിനെ, അതിന്റെ സ്ഥാനത്തെ സൂചിപ്പിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ധാരാളം മുസ്ലിമീങ്ങൾ ആ കാര്യത്തിൽ, നമസ്കാരത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധ കാണിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും, അലസത കാണിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിച്ച രീതിയിൽ അത് നിർവഹിക്കാത്തവരായി നമുക്ക് കാണാം. ചില ഫർളായ നമസ്കാരങ്ങൾ അവർ നിർവഹിക്കുന്നു, അതേസമയം ചില ഫർളായ നമസ്കാരങ്ങൾ അവർ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ജോലിയൊക്കെ ഉള്ള ആളുകൾ അതിൽ ശുഗലായി കഴിഞ്ഞാൽ ജോലിക്കാണ് അവർ നമസ്കാരത്തെക്കാളും മുൻഗണന നൽകുക. ഇനി അവൻ ക്ഷീണിച്ചു കഴിഞ്ഞാലോ നമസ്കാരം ഉപേക്ഷിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ചില ആളുകൾ കൂടെ ഇരുന്ന് സംസാരത്തിലും മറ്റും ഏർപ്പെട്ടുകൊണ്ട് നമസ്കാരം പാഴാക്കി കളയും. അതെല്ലാം മുസീബത്തിൽപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നേരിട്ട് ഇറക്കപ്പെട്ട ആ റുക്കൻ ഇസ്ലാമിന്റെ രണ്ടാമത്തെ മഹത്തായ റുക്കനാണ്. ഇസ്ലാമിന്റെ തൂണുകളിൽപ്പെട്ട ഒന്നാണ്. അതവർ പാഴാക്കി കളയും. وذكر في هذا الحديث كذلك من أركان الإسلام الزكاة. അപ്പോൾ മൂന്നാമതായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള അമൽ എന്താണ്? വതുഅദ്ദി സകാത്തൽ മഫ്റൂദ, ഫർളാക്കപ്പെട്ട സകാത്ത് നൽകുക. فهي من أركان الإسلام فيجب على المسلم أن يتفقد أمواله وأن ينظر أمواله وما يجب في ماله من حق الله جل وعلا. അതുകൊണ്ട് തന്റെ സമ്പത്ത് ഒരുവൻ പരിശോധിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ സമ്പത്തിൽ
എന്താണ്, എങ്ങനെയാണ് വാജിബാക്കിയിട്ടുള്ളത് എന്ന കാര്യം പരിശോധിക്കുക. ഫയുഖ്രിജു സക്കാ അലാ വജ്ഹിഹൽ മശ്റൂഹ് ദൂന അൻ യകൂന ഹുനാക മുജാമല അലാ ഹിസാബി മഫ്തറല്ലാഹു അലൈഹി. ഇപ്പൊ സക്കാത്ത് നൽകുമ്പോൾ അല്ലാഹു തആല ശറഅാക്കിയിട്ടുള്ള രീതിയിലാണ് അതിന്റെ ആളുകളിലേക്കാണ് സക്കാത്ത് നൽകേണ്ടത്. നേരെ മറിച്ച് ഒരു മുജാമല എന്നുള്ള നിലക്ക് അല്ലാഹു തആല ഫർദാക്കിയ കാര്യത്തെ ഒരു മുജാമല, ആണുങ്ങളൊക്കെ കാണാൻ വേണ്ടി അതിൽ ആ നിലക്ക് ചെയ്യാൻ പാടില്ല. فالزكاة لا يجوز أن يخرجها الإنسان على وجه المجاملة وأن يعطيها ما يبتغي منهم المصلحة كما يفعل البعض. അതായത് ചില ആളുകൾ എന്ത് ചെയ്യും, സക്കാത്തിന്റെ ഓഹരി സക്കാത്ത് അതിന്റെ അർഹതപ്പെട്ട ആളുകളിലേക്ക് നൽകാതെ മറ്റാളുകളിലേക്ക് നൽകും. ആ കൊടുക്കുന്ന കാര്യം കൊണ്ട് അവൻ എന്തെങ്കിലും ചിലപ്പോ ദുനിയവി ആയിക്കോട്ടുള്ള പല മസ്ലഹത്തുകൾ ഉണ്ടാകാം. അതിന്റെ പേരിൽ അതിന്റെ ആളുകൾക്കല്ലാതെ അവർ കൊടുക്കും. അപ്പൊ അത് പാടില്ല. അല്ലാഹു തആല ശറഅാക്കിയ രീതിയിൽ അതിന്റെ ആളുകളിലേക്കാണ് അത് കൊടുക്കേണ്ടത്. യുഖ്രിജു സക്കാ ലിബഅദിൽ മസ്ഊലീൻ മിൻ അജ്ലി അന്നഹു യുരീദു അൻ യുഹഖിഖ മിൻ വറാഇഹിം ബഅദൽ അഗ്റാദ് ബഅദൽ മസാലിഹ്. ചില മസ്ഊലിയങ്ങൾക്ക് അവർ നൽകും, അതായത് ചില സ്ഥാനങ്ങൾ അല്ലെങ്കിൽ ചുമതല ഏൽപ്പിക്കപ്പെട്ട ആളുകൾക്ക് അവർ നൽകും സക്കാത്തിന്റെ പൈസ. അതിന് പിന്നിലൂടെ അവൻ ഉദ്ദേശിക്കുന്നത് ചില ലക്ഷ്യങ്ങളുണ്ട്, ചില മസ്ലഹത്തുകൾ അവൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അത് പാടില്ല. അല്ലാഹു ജല്ല വഅല ബയ്യന അസ്നാഫ ഉലൈക അല്ലദീന യസ്തഹിഖൂന അൻ തുദ്ഫഅ ലഹുമുസ് സക്കാ ഫി കിതാബി. അല്ലാഹു തആല ഖുർആനിൽ ആർക്കാണ് സക്കാത്തിന് അർഹതയുള്ളത് ആ വിഭാഗത്തെക്കുറിച്ച് ഖുർആനിൽ വ്യക്തമായി കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഫയജിബു അലൽ മുസ്ലിം അൻ യതഫഖദ അംവാലഹു വയൻദുറ മൻ യുഖദ്ദിം മാലഹു ഫി ദഫഇ ഇലൈഹിം മിൻ അജ്ലി അൻ യുബർരിഅ ദിമ്മതഹു അമാമ അല്ലാഹി സുബ്ഹാനഹു വതആല. അതുകൊണ്ട് അല്ലാഹു തആല ആ പറഞ്ഞിട്ടുള്ള ആളുകൾക്കാണ് തന്റെ സമ്പത്ത് നൽകേണ്ടത്. ആ കാര്യം അവൻ പരിശോധിക്കണം. തന്റെ സമ്പത്ത്, തന്റെ സക്കാത്ത് ആരിലേക്കാണ് അവൻ നൽകുന്നത്? ഇല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മുന്നിൽ നാളെ അവൻ കുറ്റക്കാരനായി തീരും. അപ്പൊ ആ ഒരു ആക്ഷേപത്തിൽ നിന്ന് അവൻ മുക്തനായി തീരാൻ വേണ്ടി അവൻ അവന്റെ സമ്പത്ത് അല്ലെങ്കിൽ സക്കാത്ത് ആർക്കാണ് നൽകുന്നത് പരിശോധിക്കേണ്ടതാണ്. നാലാമതായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വതസൂമു റമദാൻ, റമദാനിൽ നോമ്പെടുക്കുക. وهكذا من الواجبات صيام رمضان بعد أن بين له النبي عليه الصلاة والسلام هذه الدعائم قال هذا الرجل. അങ്ങനെ ഈ 4 തൂണുകളെ സംബന്ധിച്ച്, 4 ഇബാദത്തുകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഅറാബിയോട് പറഞ്ഞു. ഒന്ന്, അല്ലാഹു തആലയെ മാത്രം ഇബാദത്ത് ചെയ്യുക, അവനോട് യാതൊന്നും പങ്കുചേർക്കാതിരിക്കുക, നമസ്കാരം നിലനിർത്തുക, അതുപോലെ തന്നെ സക്കാത്ത്, റമദാനിൽ നോമ്പെടുക്കുക. ഫഖാല ഹാദാ റജുൽ, അഅറാബി പറയുകയാണ്, വല്ലദീ നഫ്സി ബിയദി, എന്റെ നഫ്സ് ആരുടെ കൈകളിലാണ് അവൻ തന്നെയാണ് സത്യം. ലാ അസീദു അലാ ഹാദാ ശൈആ വലാ അൻഖുസു മിൻഹു, ഇതിനേക്കാൾ കൂടുതലായി ഞാനൊന്നും കൂട്ടുകയില്ല, ഇതിൽ നിന്നൊന്നും കുറക്കുകയുമില്ല എന്ന് അഅറാബി പറഞ്ഞു. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഉലമാക്കൾ പറയുകയാണ്, ഖാല ബഅദു അഹ്ലിൽ ഇൽം ലാ അസീദു അലാ ഹാദാ ശൈആ വലാ അൻഖുസു മിൻഹു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാ അസീദു അലാ ശൈഇൻ ഇഫ്തറലഹു അല്ലാഹു അലൈഹി, ഇഫ്തറലഹു അല്ലാഹു അലയ്യ, അതായത് എന്റെ മേലെ അല്ലാഹു തആല വാജിബാക്കിയതിൽ നിന്ന് ഞാനൊന്നും അധികരിപ്പിക്കുകയില്ല. അതേപോലെ തന്നെ വലാ അൻഖുസു മിൻഹു, അതിൽ നിന്ന് ഞാനൊന്നും കുറക്കുകയുമില്ല. ഫലാ റക്അതൻ ഖാമിസതൻ മസലൻ, ഉദാഹരണത്തിന് പറയാണ്, ഫി സ്വലാത്തിൽ അസ്ർ, അസ്ർ നമസ്കാരത്തിൽ അല്ലാഹു തആല എന്റെ മേലെ വാജിബാക്കിയിട്ടുള്ളത് എന്താണ്? 4 റക്അത്ത് നമസ്കാരമാണ്. അത് ഞാൻ 5 റക്അത്ത് നമസ്കരിക്കൂല. അതേപോലെ വലാ അൻഖുസു മിൻഹു, അതിൽ നിന്ന് ഞാനൊന്ന് കുറക്കുകയുമില്ല. 4 റക്അത്തുള്ളത് 3 റക്അത്ത് ആയിക്കൊണ്ട് കുറക്കുകയുമില്ല. വലാ അൻഖുസു മിൻ സ്വലാത്തിൽ അസ്രി മസലൻ റക്അ വഇന്നമാ അതഖയ്യദു അലാ മാ ഉമിർതു ബിഹി മിനൽ അവാമിരി വന്നവാഹി. അപ്പൊ അല്ലാഹു തആല തന്നെ കൽപ്പിച്ച അവന്റെ കൽപ്പനകൾ, അള്ളാഹിന്റെ വിരോധനങ്ങൾ, ആ ഒരു കാര്യത്തില് നിന്നുകൊണ്ട്, ആ പരിധിയിൽ നിന്നുകൊണ്ടായിരിക്കും ഞാൻ പ്രവർത്തിക്കുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫഖാല അലൈഹി സ്വലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ ആള് പിരിഞ്ഞുപോയി. സ്വഹാബികളോട് പറയാണ്, മൻ സറഹു അൻ യൻദുറ ഇലാ റജുലിൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗവാസികളിൽപ്പെട്ട ഒരുവനെ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫൽയൻദുറ ഇലാ ഹാദാ,
ഇദ്ദേഹത്തെ നിങ്ങൾ നോക്കിക്കൊള്ളുക. ففي هذا دليل على أن الرجل إذا كان صادقا مع ربه سبحانه وتعالى في فعله لهذه الفرائض فإنه أفلح فلاحا عظيما وفاز فوزا عظيما. ഈ ഹദീസിൽ തെളിവുണ്ട്. എന്തിനാണ്? ഒരു മനുഷ്യൻ അവൻ ഈ അമലുകളിൽ തന്റെ റബ്ബിനോട് സത്യസന്ധനാണ്, ഈ പറയപ്പെട്ട ഫർളായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിൽ തന്റെ റബ്ബിനോട് അവൻ സത്യസന്ധനാണ് എങ്കിൽ ഫഇന്നഹു അഫ്ലഹ ഫലാഹൻ അദീമൻ, തീർച്ചയായും അവൻ വലിയ മഹത്തായ ഒരു വിജയം അവൻ കൈവരിച്ചിരിക്കും. വഫാസ ഫൗസൻ അദീമ. ഇലാഹുന സുബ്ഹാനക വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.